I'm the happiest man in the world. I love you. Thank you. ഞാനത് ഭയങ്കര ഹാപ്പിയാടാ. അതിപ്പോ ഞാനുമാണ്. പക്ഷേ ഇല്ലോ എനിക്കൊരു വിഷമമുണ്ട്. എടാ നീ പറ, നിന്റെ വിഷമം എന്താ? നിന്റെ പപ്പയോട് പറ, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, പറ. പപ്പേ ഇന്ന് ജെസ്സിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ജെസ്സി മോളെ. കേട്ടാ പപ്പ വിഷ് ചെയ്തില്ലേ? ഇതുപോലെ എല്ലാരും വിഷ് ചെയ്തു, ഞാൻ മാത്രം വിഷ് ചെയ്തില്ല. ടോമ മറന്നുപോയി. അത് ഭയങ്കര മോശമല്ലടാ. ഇടാ അവളുടെ ബർത്ത്ഡേ നീയല്ലേ വിളിച്ച് വിഷ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും നിങ്ങൾ ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്ന സമയത്ത് നീയല്ലേ ആദ്യം വിളിച്ച് അവളെ വിഷ് ചെയ്യേണ്ടത്. എന്തോ ഇങ്ങനെ എടേ ആ നീ വിഷമിക്കൊന്നും വേണ്ട, അതിന്റെ കുഴപ്പമൊന്നുമല്ല. എടാ എല്ലാ ആണുങ്ങളും ഇങ്ങനെ തന്നെ. അവരെ വേണ്ടപ്പെട്ടവരുടെ ബർത്ത്ഡേ ഓർമ്മയില്ല, വെഡിങ് ആനിവേഴ്സറി ഓർമ്മയില്ല. അതൊക്കെ പെണ്ണുങ്ങള് എല്ലാം വളരെ കൃത്യം. എനിക്ക് എന്റെ ബർത്ത്ഡേ എന്നാണെന്ന് അറിയില്ല, നിന്റെ ബർത്ത്ഡേ അറിയില്ല, എനിക്ക് എത്ര വയസ്സുണ്ടെന്നറിയില്ല. പക്ഷേ പെണ്ണുങ്ങൾക്ക് ഇതെല്ലാം കൃത്യമായിട്ട് നീ ജനിച്ച സമയം, നിന്റെ ആദ്യത്തെ മാമോദിസ എല്ലാം. അതാടാ വീട്ടിലെ പെണ്ണെന്ന് പറയുന്നത്. പിന്നെ നമ്മളെന്താണോ എന്തോ ബൈക്കനായപ്പോ. എടാ ആണ് പെണ്ണ് എവളോ കേവലமான പിറവികൾ, അതാടാ പെണ്ണ്. നമ്മളാണുങ്ങളെ എത്ര കൂടിയാലും അതിനോടൊപ്പം എത്തില്ല. കഴുകി ഒഴിക്കോ മതിയടേ. ഓക്കെ ഇതാണ് ഇവിടെ അപ്പനും മോനും കൂടിയുള്ള പരിപാടി. കൊള്ളാലോ. ചെറുത്ത് മമ്മി ഇന്ന് പപ്പ ഒന്നും പറയരുത്. ഐ ആം ദ റെസ്പോൺസിബിൾ പേഴ്സൺ. എനിക്ക് വേണ്ടിയാണ് പപ്പ ഇന്ന് സത്യം. അതെ രണ്ടാളും താഴോട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കാർന്ന്. കഴിച്ചോണ്ടിരിക്കേ. ഓ ഇതല്ല, ഭക്ഷണം കഴിക്കാർന്ന്. ഭക്ഷണം കഴിക്കാൻ വരാം, നീ ചെല്ല്. ആ വാ, അവനെ വിളിച്ചിട്ട് വാ. ടോമേ വാ പോയി കഴിക്കാം. ഫുഡ് കഴിക്കണേ, മമ്മി എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. മതിടാ, ഇതാ വരുന്നു. മതി മതി. ഓ കഴിഞ്ഞു. അവനെ വിളിക്ക്. മമ്മിക്കില്ലേ വിഷമാവും. തട്ടി തടഞ്ഞൊക്കെ വീഴല്ലേട്ടാ, ഇങ്ങോട്ട് ഇറങ്ങി. നിങ്ങള് വരാന്ന് വാടാ. പപ്പ ഞാൻ നല്ലൊരു മോനല്ലായിരിക്കും, പക്ഷെ യു ആർ ദ വേൾഡ്സ് ബെസ്റ്റ് ഡാഡ്. കേട്ടോ പപ്പ, ഞാൻ കഴിച്ചതാ മമ്മി. ആൻഡ് ഐ ആം കോളിംഗ് യുവർ ഡേ. ഗുഡ് നൈറ്റ് ലവേഴ്സ്.